ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ജാനുവരി പകുതിയോട് അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് അധികാരത്തിലേറും. ഇപ്പോൾ കഴിഞ്ഞ സമയത്ത്, അത് 2 ദിവസം മുമ്പ്, അമേരിക്കൻ ഫോറിൻ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ നാറ്റോ, അതായത് ബെൽജിയത്തിൽ പോയ നാറ്റോ ഹെഡ്ക്വാർട്ടേഴ്സിലും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെ യൂണിയനുള്ള മെമ്പേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം അതിനെപ്പറ്റിയുള്ള പല വാർത്തകളാണ് പുറത്തുവിടുന്നത്. ഇതേപോലെ തന്നെ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴും ഈ ട്രംപ് വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും യൂറോപ്പിനെ ബാധിക്കുന്നത്, അതും ഇതിനെപ്പറ്റി വലിയ വാർത്തകളാണ് ഉണ്ടായത്. അപ്പം നമുക്ക് നോക്കാം, എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ സഖ്യകക്ഷികളും ഈ ട്രംപിനെ ഇത്രയും ഭയക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അതിന് പോയിന്റുകളുണ്ട്. കാരണം ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഉക്രൈനുമായിട്ടുള്ള വാറിൻ്റെ ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ പണം കൊടുത്തതും ആയുധം കൊടുത്തും സഹായിക്കുന്നത് അമേരിക്കയാണ്. അതേപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും, അങ്ങനെ പല രാജ്യങ്ങൾ, ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ബേസ് ഉണ്ട്. കാരണം ആ രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ബേസുകളുടെ ഉദ്ദേശ ലക്ഷ്യം. കാരണം ഇത് തുടങ്ങുന്നത് ഈ ശീതസമരം, അതായത് റഷ്യ അമേരിക്ക ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബേസ് വലുതാക്കുന്നതും അതിൻ്റെ സ്ട്രെങ്ത് എല്ലാം കൂട്ടുകയും ചെയ്യുന്നത്. ഇവിടെയൊക്കെ അമേരിക്കൻ ഗവൺമെൻറ്റാണ് ഇതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്ന വലിയൊരു ശതമാനം. അതേപോലെ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ അമേരിക്ക ഇടപെടുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഇടപെടാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നതും സൈനിക ശക്തിയല്ല അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ചെറിയതല്ല, വലിയ സിംഹഭാഗം, ലയൺ ഷെയർ തന്നെയാണ് അമേരിക്ക അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഇതിനെ ട്രംപ് ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഈ രാജ്യങ്ങളിലൊന്നും, അതായത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ, ഈ രാജ്യങ്ങൾക്കൊന്നും ഈ പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ടുകൾ ഇല്ലാതായി. പിന്നെന്തിനാണ് അവിടെ ബേസ് കൊടുത്തിട്ട് ഇത്രയും പണം അമേരിക്ക അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതേപോലെ ഉക്രൈൻ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഉക്രൈൻ ഒരു ഇഷ്യൂ ആകുമ്പോൾ എന്തിനാണ് അമേരിക്ക ഇത്രയും പണവും കൊടുത്ത് ആയുധം കൊടുത്ത് ഉക്രൈനെ സഹായിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്തുകൊണ്ട് അതിൻ്റെ നല്ലൊരു വിഹിതം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല? ഇതൊക്കെയാണ് ട്രംപ് ചോദിക്കുന്നത്. ഇതിന് ശരിക്കും പ്രസക്തിയുണ്ട്. കാരണം അമേരിക്കൻ ഇലക്ഷനിൽ ഇത് വലിയ ഡിബേറ്റായിരുന്നു. ഇവിടെയുള്ള വലിയ ഭൂരിപക്ഷം ആൾക്കാരും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും സാധാരണപ്പെട്ട ജനങ്ങൾ, കാരണം ഇവിടെ ഇൻഫ്ലേഷനും സാധനങ്ങളിലൊക്കെ വില കൂടിക്കഴിഞ്ഞ് ഇവിടുന്ന് പണം അങ്ങോട്ട് പോകുന്നു, ഇതിനെ വല്ലാത്ത രീതിയിലാണ് ചോദ്യം ചെയ്തത്. ഇനി നമ്മൾ അതിൻ്റെ പോയിന്റുകൾ ഓരോന്നായിട്ട് എടുക്കാം. എന്താണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്, ഈ ശീതസമരം കഴിഞ്ഞിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പല വെപ്പൺസ് ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇത് പൂർണ്ണമായിട്ട് ഇവരങ്ങ് നിർത്തി. അതായത് ഒരു പ്രത്യേക സംഭവം സ്റ്റോർ ചെയ്തിട്ട്, കാരണം ഇവരുടെ ബജറ്റുകളിലൊന്നും ഡിഫൻസിൻ്റെ ബജറ്റ് കാര്യമായിട്ട് പ്രസക്തി ഇല്ലാതായി. കാരണം അമേരിക്ക അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ആ രാജ്യങ്ങൾ സ്പെൻഡ് ചെയ്ത് ഈ ഡിഫൻസിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ ഇന്നോവേഷനും ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതാണ് ഈ ചോദ്യത്തിലോട്ട് പോയത്. ഇവിടെയാണ് ട്രംപ് പറയുന്നത്, എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് വെപ്പൺസ് ഉണ്ടാക്കിക്കൂടാ? എന്തിനാണ് ഇവർ അധികവും ഫാക്ടറികൾ അടച്ചത്? കാരണം അവർ ആ രാജ്യത്തിൻ്റെ മറ്റുള്ള പുരോഗതിക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അമേരിക്ക പണം സ്പെൻഡ് ചെയ്യുക ആ രാജ്യങ്ങളുടെ. നിങ്ങൾക്കറിയാം, ജർമ്മനിയും ഫ്രാൻസും 2ാം ലോകമായത് പ്രശ്നവും വഴക്കമൊക്കെ ആയിരുന്നു. ഇന്ന് ആ രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഒരുമിച്ചാണ് പോകുന്നത്. അതേപോലെ മറ്റു പല രാജ്യങ്ങളും. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് അമേരിക്ക അവിടെ ബേസുകൾ പ്രവർത്തിക്കുന്നത്. കാരണം ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി. ഈ റഷ്യ എന്ന് പറയുന്ന ഉക്രൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് പ്രത്യേകിച്ചത് യൂറോപ്പിൻ്റെ ഇഷ്യൂ ആണ്. അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ പോകുന്നത് യൂറോപ്പിൻ്റെ ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഉക്രൈനെ സഹായിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ഒരുമിച്ച് ചേർന്നിട്ട് ഉക്രൈൻ ആയുധങ്ങൾ കൊടുക്കുന്നില്ല? ചോദ്യത്തിന് ഒത്തിരി പ്രസക്തിയുണ്ട്. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ഡിഫൻസ് ബജറ്റ് ആദ്യമായിട്ടൊന്ന് കൂട്ടിയത്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ഈ ചോദ്യങ്ങൾ അമേരിക്കയിൽ പ്രസക്തിയുണ്ട്. എന്തിനാണ് ഇത്രയും പണം ഈ രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി കൊടുക്കുന്നത്? അപ്പോൾ ഇതിനകത്തൊരു ഫോർമുല പറയുന്നത്, റിപ്പബ്ലിക്കൻസ് പറയുന്നത്, ഇപ്പോൾ ദോഹയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് ഏഷ്യ ബേസ് എന്ന് പറഞ്ഞ ദോഹയാണ്. അപ്പോൾ ഈ ദോഹ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ ദോഹ അഡ്മിനിസ്ട്രേഷൻ അവരാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്.
പൂർണ്ണമായിട്ടും പണം മുടക്കി. അത് കഴിഞ്ഞ് എല്ലാ വർഷവും അവിടെ സ്പെൻഡ് ചെയ്യുന്ന രൂപ എത്രയാണ് അതിൻ്റെ കണക്ക്, അത് അവർ അമേരിക്കയ്ക്ക് പേ ചെയ്യുന്നുണ്ട് ആ ബേസിന്. അതേപോലെ സൗദി അറേബ്യയോടും പറഞ്ഞു. സൗദി അറേബ്യ ഇപ്പം ഏകദേശം അവരുടെ ബേസ്, അമേരിക്കൻ ബേസിൻ്റെ ഏകദേശം 60-70% അമേരിക്കയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് സൗദി ഇപ്പോൾ അത് 100% ആക്കാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സൗദിയുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അവർക്ക് കുറച്ച് വെപ്പൺസ് കൊടുക്കണം, അവർക്ക് പണത്തിന് യാതൊരു കുറവുമില്ല. അതേപോലെ തന്നെ ജോർദാന് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ജോർദാൻ വളരെ ക്രൂഷ്യലായിട്ടുള്ള രാജ്യമാണ്, ഇസ്രായേലുമായിട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് ജോർദാൻ ഇങ്ങോട്ട് വാങ്ങുന്നില്ല, അങ്ങോട്ട് കൊടുത്താണ് ആ ബേസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള പല ബേസുകൾ, ഇൻക്ലൂഡിങ് സൈപ്രസ് ആണെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗമാണ്, ഈസ്റ്റേൺ യൂറോപ്പിൻ്റെ ഭാഗമാണ്. ഈ രാജ്യങ്ങളോടൊക്കെ ട്രംപ് ആവശ്യപ്പെടുന്നത്, അവിടെ ഞങ്ങൾ ബേസ് ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ശതമാനം അതിൻ്റെ പണം ഞങ്ങൾക്ക് തരണം. അത് സ്വാഭാവികമാണ്. ഇത് കൊടുക്കുവാൻ വേണ്ടി പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറല്ല. ഇവിടെയാണ് ട്രംപ് ഗുൽത്തായി കയറി പിടിച്ചിരിക്കുന്നത്, നല്ല പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലോബലായിട്ടുള്ള പല മീഡിയയും ചാനൽ, അവിടങ്ങളിലുള്ള നാഷണൽ ചാനലുകളിൽ വരെ ഇതൊരു വലിയ ഡിസ്കഷൻ പാർട്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ട്രംപുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നത്? കാരണം ട്രംപ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാറ്റോയിൽ നിന്നും പിന്മാറും. കാരണം നാറ്റോയുടെ മേജറായിട്ടുള്ള പണം, സാമ്പത്തികമാണെങ്കിലും സൈനികമാണെങ്കിലും എല്ലാം വലിയ സംഭവം അമേരിക്ക തന്നെയാണ്. ഈ ജർമ്മനിക്ക് ഇതേപോലെ ഉണ്ടാകാൻ സാധിക്കും, ഫ്രാൻസിന് കഴിയും. പക്ഷെ ഇവരൊക്കെ പല കാര്യങ്ങളും അവരവരുടെ സ്വാർത്ഥമായ രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാം അമേരിക്കയുടെ തലയിൽ വെക്കുന്നത്. ഇതാണ് അവരുടെ ഇഷ്യൂ, ഇൻക്ലൂഡിങ് ബ്രിട്ടൻ ഉൾപ്പെടെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് വീണ്ടും ഫർദറായിട്ടുള്ള നെഗോസിയേഷനും ഡയലോഗിൽ കൂടിയായിരിക്കും ഇതിന് മാറ്റം ഉണ്ടാക്കുക. അതേപോലെ തന്നെ ട്രംപ് പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്, യൂറോപ്പിൻ്റെ വലിയൊരു മാർക്കറ്റ് കൂടി തന്നെയാണ് അമേരിക്ക. കാരണം അവരുടെ ഓട്ടോമൊബൈൽസ് ആണെങ്കിലും മറ്റു പലതും. അപ്പോൾ അതിൻ്റെ മുകളിൽ 20% ടാരിഫ് അമേരിക്കയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ശരിക്കും അടി കിട്ടാൻ പോകുന്ന യൂറോപ്പിന്. കാരണം അവരുടെ ഒന്നാമത് സാധനത്തിന് വില അതിൻ്റെ 20% കൂടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഇത് ഇല്ലാതായിപ്പോവും. കാരണം അമേരിക്കയിലുള്ള മാനുഫാക്ചറിങ് ഉയർത്താൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അമേരിക്കയുടെ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനമാണെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിലെല്ലാം 10% ഉള്ളൂ. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നിർദ്ദേശം വരാൻ പോകുന്നത് യൂറോപ്പ്, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഇവിടെ IT ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളും വരുമ്പോൾ അതിന് 20%, അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് 10%. ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഇവിടുത്തെ മീഡിയയിൽ വരുന്നത്. അതായത് ഒരു കാര്യം പറയാം, അതായത് വരാൻ പോകുന്ന സമയത്ത്, അതായത് ഇനി പ്രധാനപ്പെട്ട വേറെ പോയിൻ്റുണ്ട്, ഈ രാജ്യങ്ങൾ ഇത് സ്പെൻഡ് ചെയ്യാത്തതിൻ്റെ പേരിലും, കാരണം അവിടെയുള്ള ആളുകൾ പൂർണ്ണമായിട്ട് ആക്റ്റീവ് അല്ലാതായി മാറി, ഉഴപ്പന്മാരായി. കാരണം പിന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം അമേരിക്ക നടത്തി തരുന്നുണ്ട്. അപ്പോൾ അതും മാറ്റണമെന്നുള്ള നിർദ്ദേശം അമേരിക്ക പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യണം. അതായത് ഉക്രൈൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ട് പിന്മാറാനൊന്നും പറ്റുകയൊന്നുമില്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട പല ഡയലോഗ്സ് നടത്തി എന്താണ് ഉചിതമായ മാർഗം, അതായത് വാറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത് ഉക്രൈൻ്റെ സോവറിറ്റി എല്ലാം കാത്തു സൂക്ഷിക്കും. അതേപോലെ റഷ്യയെ പൂർണ്ണമായിട്ട് തള്ളാനും പറ്റില്ല. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകണം. അതേപോലെ നാറ്റോയുടെ വരുന്ന ചെലവുകൾ അമേരിക്ക വഹിക്കുന്ന, കാരണം വലിയ സംഭവം അമേരിക്കയാണ് വഹിക്കുന്നത്. അതേപോലെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെപ്പൺ ഉണ്ടാക്കി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാം അമേരിക്കയുടെ തലയിൽ വെക്കരുത്. ഇത് തന്നെയാണ് പറയുന്നത്. കാരണം വേൾഡ് എക്കണോമിക് ഫോറത്തിലും ഡിസ്കഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്നും അമേരിക്കൻ ചില പോളിസി മേക്കേഴ്സൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ട്രംപ് വന്നാൽ മാറ്റം ഉണ്ടാകും. കാരണം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരു പുനർചിന്തനമാണ് പല യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം എല്ലാ സാധനവും ചൈനയിൽ നിന്ന് വാങ്ങുക, അത് വാങ്ങുക, അവിടെ ഒന്നും ഉണ്ടാക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു എങ്ങനെയാണ് ബ്രിട്ടൻ്റെ ടെലകോം സിസ്റ്റം ഇത്ര വേഴ്സ്റ്റായിട്ട് മാറിയത്. കാരണം നേരത്തെ ഈ രാജ്യങ്ങളെല്ലാം ശരിക്കും മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പൂർണ്ണമായിട്ടും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ആ രീതിയിൽ പോയാൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളുടെ കൂടെ അമേരിക്കയെ മുന്നിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട യൂറോപ്യൻ, ഷെങ്കൻ രാജ്യങ്ങളിലെ നേറ്റോയുടെയും പോളിസി എന്ന് പറയുന്നത്.